ഹായ് ഫ്രണ്ട്സ്, ഐറാസ് രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയാണ്. അതിനായിട്ട് ഞാനൊരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായി അരിഞ്ഞതാണ്. അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും കൂടി നമുക്ക് കുക്കറിലിട്ട് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ നന്നായി ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളിയാണ് ചേർത്തിട്ടുള്ളൂ. അത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അത് നന്നായി വഴന്ന് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത്, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ഞാൻ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി തലേദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള കടലയാണ്. ഈ കടലയും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കടലയ്ക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഈ കടല നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കടലയൊക്കെ നല്ല രീതിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടല 1 ടീസ്പൂണോളം കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ പെരുംജീരകവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഞാനിപ്പോൾ കടല ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ ഒരു നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരണം. എന്നിട്ട് ഇത് നമുക്ക് ഈ കടലയിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ജാറ് കഴുകി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ചെറിയുള്ളിയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിക്കുക. ഇനി നമുക്ക് കടലയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്